പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഫാമിലിയായിട്ട് അർമേനിയയിലേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്യാപിറ്റലായ യെരവാൻ എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇതിൻ്റെ പേര് ആനി ഗ്രാൻഡ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് യെരവാൻ സിറ്റിയുടെ സെൻട്രലായിട്ട് തന്നെ വരുന്നൊരു ഹോട്ടലാണ്, ഒരു 4 സ്റ്റാർ ഹോട്ടലാണിത്. ഞങ്ങൾ താമസിച്ച റൂമാണ് ഈ കാണുന്നത്. നല്ല ഹോട്ടലായിരുന്നു ഇത്, സർവീസും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ 2 റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഹോട്ടലിന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസസും എല്ലാം ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നടന്നിട്ട് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഒരു വലിയ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. വെർണിസേജ് മാർക്കറ്റ് എന്നാണ് ആ മാർക്കറ്റിൻ്റെ പേര്. അതിൽ അവിടുത്തെ ആൾക്കാരുണ്ടാക്കിയ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല സ്റ്റൈലായിരുന്നു അത് കാണാൻ. അവിടുത്തെ കുറേ കാഴ്ചകളാണ് ഇന്ന് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർണിസേജ് മാർക്കറ്റ് എന്നാണ് പേര്. അപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ്. ഇത് കുറേ ഓടക്കുഴലും അതുപോലെ കുറേ ചെസ് ബോർഡും എല്ലാവരും കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. മെഷീൻ വെച്ച് ഉണ്ടാക്കിയതല്ല, എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമാണ്. പല വെറൈറ്റിയിലെ ഓടക്കുഴലുകളാണ് ഈ കാണുന്നത്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എല്ലാ സാധനങ്ങളും. സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ജ്വല്ലറീസാണിത്. ജ്വല്ലറിയുടെ തന്നെ ഒരു വലിയ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. മുഴുവനൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. സിൽവർ ജ്വല്ലറിയുടെ ഒക്കെ ഒരു വലിയ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റെസിൻ വെച്ചിട്ടുണ്ടാക്കിയ ജ്വല്ലറീസ്. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത ടേബിൾ റണ്ണർ. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അത്. ഇത്രയും വർക്ക് ചെയ്യാൻ നല്ല പണിയുണ്ട് എന്തായാലും. അതുപോലെ ഇത് അവിടുത്തെ പ്രത്യേകതരം കാർപ്പറ്റാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ ഇത് പോട്രീസ്, ടീഷർട്ട് ഞാൻ വെച്ചിട്ടുണ്ടാക്കിയ ബാഗുകളാണിത്. ഇതുപോലത്തത് എൻ്റെ മോള് ചെയ്യാറുണ്ട്, ഹാൻഡ് വർക്ക്. ഇങ്ങനത്തെ കാർപ്പറ്റുകളാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് വെച്ചിട്ടുണ്ടാക്കിയ ബാഗുകളാണ് ഇതൊക്കെ. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഹാൻഡ് മെയ്ഡ് ക്ലോക്കുകൾ, പിന്നെ വുഡ് വെച്ചിട്ടുണ്ടാക്കിയത്, അതുപോലെ ലെതറിൻ്റെ ചെറിയ ചെറിയ പേഴ്സ്, ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. ഒരു റോ ഫുള്ളായിട്ട് ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ആണ്. എല്ലാ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സമ്മതിച്ചിട്ടുള്ളവരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെ ഒറിജിനൽ ബട്ടർഫ്ലൈനെ വെച്ചിട്ടുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്തോ പ്രോസസ്സ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലത്തത് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് മിക്കവാറും എല്ലാം. അവിടെ കണ്ടിട്ടുള്ള മെയിൻ ഒരു പ്രത്യേകത, അവരുടെ ആർട്ടിലെല്ലാം ഈ പോമഗ്രാനൈറ്റില്ല, നമ്മുടെ മാതള നാരങ്ങ, അതിൻ്റെ ഷേപ്പിലാണ് പലതും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സിമ്പിളാണ് ഇത്രയും മാതള നാരങ്ങ. പിന്നെ കണ്ടത് അവരുടെ വെഡ്ഡിങ്ങിലൊക്കെ ബ്രൈഡ് ഇതുപോലെ മാതള നാരങ്ങ ഇങ്ങനെ എറിയും. അപ്പം അത് എറിഞ്ഞ് പീസായിട്ട് പോയാൽ അവർക്ക് കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം എന്നാണ് കേട്ടത്. ഇത് കുറേ യാൺസ് വെച്ചിട്ടുണ്ടാക്കിയ ഡോൾസാണ്. എൻ്റെ മോൾ ഇതുപോലത്തെ ചെയ്യാറുണ്ട്. നല്ല പണിയാണ് ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഇത് ചെറിയ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് ഹെയർ ക്ലിപ്സാണ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ കാർപ്പറ്റ് ക്ലോത്തും അതുപോലെ പേളും ചെയിനൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഹെയർ ക്ലിപ്സാണിത്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ 100 ദിർഹംസൊക്കെ വരുന്നുണ്ട് ഒന്നിന് വില. ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 2200 രൂപയോളം വരുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിന്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പോംഗ്രനേറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ പോംഗ്രനേറ്റിൻ്റെ ചെറിയ മരം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിറച്ചും ഫ്രൂട്ട്സൊക്കെ ഉള്ള രീതിയിൽ. ഇതുപോലത്തെ ഡോൾസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയതായിട്ട് 4-5 ഡോൾസ് വരും. അത് നമുക്കിങ്ങനെ നിരത്തി വെക്കാൻ, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, പല്ലി, തേള്, പാമ്പ് അതിനെല്ലാം ഒറിജിനലാണെന്നാണ് പറഞ്ഞത്. അതിന് റെസിൻ ആർട്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയ കീ ചെയിനൊക്കെയാണിത്. ഇത് ടർക്കിഷ് സ്റ്റൈലുള്ള പാത്രങ്ങളാണ്. ഞങ്ങൾ പണ്ട് ടർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ ടർക്കി പവലിയനിൽ ഇതുപോലത്തെ പാത്രങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ആരെങ്കിലും അർമേനിയയിൽ യെരവാനിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ട്രീറ്റാണ് ഇത്. വെർണിസേജ് മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.